ഹായ്. നമ്മളിൽ പലരും നേരിടുന്നൊരു പ്രശ്നമായിരിക്കും അല്ലേ, വിയർപ്പിൻ്റെ ദുർഗന്ധം. ഇപ്പം മുതിർന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ, ഏത് വിഭാഗക്കാരാണെങ്കിലും ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തൽ അല്ലെങ്കിൽ പരിഹാസങ്ങൾ നേരിടുന്ന ഒരു കാര്യമാണ് വിയർപ്പിൻ്റെ ദുർഗന്ധം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ ആ ഒരു പ്രശ്നത്തിലുള്ള സൊല്യൂഷനുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഇതേ പ്രശ്നം നേരിട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു ഞാനും. പക്ഷേ ഈ കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രോഡക്റ്റിനെ പറ്റി റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേട്ടോ. ഇതാണ് ആ പ്രോഡക്റ്റ്, നിവ്യയുടെ പേൾ ആൻഡ് ബ്യൂട്ടി റേഡിയൻസ് അണ്ടർ ആം റോളർ. ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 72 hours ആക്റ്റീവ് പ്രൊട്ടക്ഷൻ നൽകുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാര്യം ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ല രീതിയിൽ വിയർപ്പിൻ്റെ ദുർഗന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ഡ്രസ്സ് ഇട്ട് എത്ര പെർഫ്യൂം പൂശിയെന്ന് പറഞ്ഞാലും അത്ര പൂശിയെന്ന് പറഞ്ഞാലും എൻ്റെ വിയർപ്പ് അവരെ എല്ലാം വെല്ലുന്ന തരത്തിലുള്ളതാണ്. പക്ഷെ കഴിഞ്ഞൊരു 3 ആഴ്ച കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് പെർഫ്യൂം എക്സ്ട്രാ യൂസ് ചെയ്യണമെന്ന് പോലും ഞാൻ സംശയിച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇതിനുള്ളത്. കൂടാതെ തന്നെ ഇതിപ്പം ഇതിൻ്റെ റേറ്റ് വരെ പറയുകയാണെങ്കിൽ 125 രൂപയാണ് ഒരു 25 ml വേണ്ടിയിട്ട് ഉള്ള ഈ ഒരു ബോട്ടിലുള്ളത്. ഇത് ഞാൻ ടെസ്റ്റ് ഡോസ് എന്ന രീതിയിൽ വാങ്ങിച്ചാണ് കേട്ടോ. പക്ഷേ ഇത് എനിക്ക് ആക്ച്വലി നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഇത് എല്ലാവർക്കും വർക്ക് ആവണമെന്നില്ല. കാര്യം പലർക്കും ഇതേപോലെ അണ്ടർ ആം റോൾ ഓൺ യൂസ് ചെയ്യുമ്പോഴത്തേന് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വർക്ക് ആവുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. കാര്യം നമ്മളെ സംബന്ധിച്ച് ഈ ഒരു വിയർപ്പിൻ്റെ ദുർഗന്ധമുള്ളവരെ സംബന്ധിച്ച് ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. ഇത് നിവ്യയുടെ തന്നെ വേണമെന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്ക് നിവ്യ ഓക്കെയാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഇതേപോലുള്ള റോളോൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം എന്നുള്ള കാര്യം അറിയത്തില്ലായിരിക്കും, ചിലർക്ക് അറിയാമായിരിക്കാം. എന്തായാലും 2 കൂട്ടരുടെ അറിവിലേക്ക് എന്ന രീതിയിൽ ചെയ്തെന്ന് മാത്രം. അപ്പോൾ അടുത്ത ഇതേപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.